അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുഷ്യനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. 2025 എന്നൊരു വലിയ വർഷത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു. 2024 വെള്ളമൊഴുകി പോകുന്നത് പോലെ പെട്ടെന്ന് നമ്മെ വിട്ട് കടന്നുപോയി. ഞാൻ ഓർക്കുന്നു, 2025 തുടങ്ങിയിട്ട് ഇപ്പോൾ 4 ദിവസം പിന്നെയും കടന്നുപോയി. എത്ര പെട്ടെന്നാണ് സമയങ്ങൾ നമ്മെ വിട്ട് കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം കണ്ട അനേകരൊക്കെ ഈ വർഷം കാണാൻ ഇടയാകാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ വർഷം കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ വലിയ ദയ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വർഷത്തെ ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം ഒരു ന്യൂ ഇയർ മെസ്സേജ് എന്നുള്ള നിലയിൽ ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസം പ്രിപ്പയർ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. കർത്താവിൻ്റെ ദാസിമാരെ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഒരുക്കി. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ന്യൂ ഇയർ സന്ദേശം, ഈ വർഷത്തേക്ക് നമുക്ക് ആവശ്യമായ വചനം, അതിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ഒരുമിച്ച് ഇന്നത്തെ ശുശ്രൂഷയുടെ, ഈ വർഷത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കാട്ട് നാഥ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവനും ഭംഗമില്ലാതെ ഞങ്ങളുടെ ശുശ്രൂഷ മുമ്പോട്ട് പോകുവാൻ അവിടുന്ന് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഈ വർഷത്തിന്റെ പ്രാരംഭ ആഴ്ചയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, വീണ്ടും ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ ദൈവം പ്രസാദിച്ചതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്റർനെറ്റ് തടസ്സമില്ലാതെ ലഭിക്കാൻ അവിടുന്ന് ഇടയാകണം. ശബ്ദവും വെളിച്ചവും എല്ലാം ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കണം. എല്ലാ അന്തരീക്ഷവും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. സഹോദരന്മാരെ ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കണം. അനേകർക്ക് വന്ന് പങ്കെടുക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണം. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഇന്നത്തെ വചനവും ഗാനങ്ങളും കടന്നു ചെല്ലുവാൻ ഇടയാകണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒരു പുതിയ വർഷ സന്ദേശം നമുക്കറിയിപ്പാൻ കർത്താവിന്റെ ദാസൻ ബ്രദർ ബിജു കണ്ണൻ എറണാകുളം അവറുകൾ നമ്മോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസനെ മിനിസ്ട്രിയുടെ പേരിലും ദൈവനാമത്തിലും എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രാരംഭമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ സിസ്റ്റർ ഗോഡ്സി എബി എറണാകുളം, അതുപോലെ തന്നെ അക്സാമോളുമാണ്. ഈ രണ്ട് സൗകര്യമാരെയും കർത്താവിന്റെ നാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റ് ദേശത്തിന്റെ നാനാഭാഗത്തു നിന്ന്, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഞങ്ങളോടൊപ്പം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും, എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ 2-3 ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. 2 ഗാനങ്ങൾ പ്രാരംഭമായി നമുക്ക് കേട്ട് മെസ്സേജിന് ശേഷം ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കുവാനുള്ള അവസരമുണ്ട്. എൻ മനം കൊതിച്ചിടുന്നേ കാന്തനാമേശുവേ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. സിസ്റ്റർ ഗോഡ്സി എബി എറണാകുളം ആ ഗാനം ആലപിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ പ്രിയ സഹോദരിയെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.
കൊതിച്ചിടുന്നേ കാന്തനാമേശുവേ പുൽകിടുവാൻ എൻ മനം കൊതിച്ചിടുന്നേ കാന്തനാമേശുവേ പുൽകിടുവാൻ തന്മക്കൾക്കൊരുക്കും നന്മകളത്രയും ഇന്നു ഞാൻ അറിഞ്ഞിടുന്നു ഇന്നു ഞാൻ അറിഞ്ഞിടുന്നു എൻ മക്കൾക്കൊരുക്കും നന്മകളത്രയും ഇന്നു ഞാൻ അറിഞ്ഞിടുന്നു ഇന്നു ഞാൻ അറിഞ്ഞിടുന്നു എൻ മനം കൊതിച്ചിടുന്നേ കാന്തനാമേശുവേ
താങ്ക് യു ഗോഡ്സിസ്. ഒരു വളരെ അനുഗ്രഹീതമായൊരു ഗാനം, ഒരു ക്ലാസിക്കൽ ഗാനം കേൾക്കുവാൻ നമുക്ക് വീണ്ടും ദൈവം കൃപ ചെയ്തു. വീണ്ടും സഹോദരി ഇന്ന് ഗാനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ മകൾ അക്സാറ്റി സന്തോഷ് ഒരു ഗാനം ആലപിക്കും. നമുക്ക് വളരെ സുപരിചിതമായൊരു ഗാനം, ജീവനുള്ള ദേവനെ വരൂ എന്ന് തുടങ്ങുന്നൊരു ഗാനം. ആ ഗാനത്തോട് ചേർന്ന് നമുക്കും പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ മകളെ വളരെ ബഹുമാനത്തോടുകൂടെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
പരിശുദ്ധൻ. യേശുവേ നീ നല്ലവൻ. യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ നമുക്ക് കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ, അതിനോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് കൃപ ചെയ്തു. ഞാൻ നോട്ടീസിൽ ഒരു ഹെഡിങ് വെച്ചിരുന്നു, 2025 ഹാസ് കം, ഡിഡ് യു റിയലി ചേഞ്ച്ഡ്? കർത്താവിൻ്റെ ദാസൻ ബിജു കണ്ണൻ ബ്രദർ ആ ഒരു ലേബലാണ് എനിക്ക് നൽകിയത്. ഒരു പുതിയ വർഷം എത്തി, ശരിയായ നിലയിൽ നാം രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ, മാറ്റപ്പെട്ടിട്ടുണ്ടോ, ശരിയായ നിലയിൽ നാം ചേഞ്ച് ആയോ? ഇന്ന് രാത്രി ആ സന്ദേശം കർത്താവിൻ്റെ ദാസിൽ നിന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത സമയം കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബിജു കണ്ണൻ അവറുകളിൽ നിന്ന് ആ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയം ഉപയോഗിക്കാനായി കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്, പ്രൈസ് ലോർഡ്. ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ അല്പസമയം ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് അവസരം നൽകിയതോർത്ത് സ്തോത്രം. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ നമുക്കിങ്ങനെ കൂടാൻ ദൈവാവസരം ഒരുക്കി, എനിക്കും ദൈവാവസരം ഒരുക്കിയതോർത്ത് സ്തോത്രം. വീണ്ടും എൽസി ആൻറ്റിനൊക്കെ വീണ്ടും കാണാൻ ദൈവം അവസരം ഒരുക്കി, സ്തോത്രം. നമുക്കിങ്ങനെ അല്പനേരം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് ഈ കർത്താവിനെ ഓർക്കാം. അപ്പോൾ ഞാനാണ് സ്പീക്കറെങ്കിലും നമ്മിൽ ഒരാളെ പോലെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ഒരുമിച്ച് മെഡിറ്റേറ്റ് ചെയ്യാം. ഞാൻ കുറെ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ലെറ്റ് us തിങ്ക് ടുഗെദർ. അപ്പം ഞാൻ അതിന് ചില കാര്യങ്ങൾ അതിനൊരു ഗൈഡ് ലൈൻസ് എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായിട്ട് ഞാൻ എൻ്റെ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്നത് കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. പ്രിയ സന്തോഷ് ബ്രദർ എന്നോട് ടോപ്പിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ചോദിച്ച അപ്പോൾ തന്നെ ഫോൺ വെക്കാതെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്, 2025 has come, did we really change? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് 4-ാം തീയതി അല്ലേ, ഈ 4 ദിവസം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായേ? കാരണം 31-ാം തീയതി 12 മണിക്ക് മാറ്റത്തിന്റെ കൊടുമുടിയിലാണ് നമ്മൾ, പീക്കിലാണ്. കണ്ണുനീരും കുറ്റബോധവും അതുപോലെ തന്നെ ഒരു സന്തോഷവും അങ്ങനെ സമ്മിശ്രമായ ഒരു വികാരത്തിൽ നമ്മൾ നിൽക്കുന്ന 4-ാം തീയതി വൈകുന്നേരം 7:30 ആയപ്പോൾ ആ തീരുമാനത്തെക്കുറിച്ച് അതേ വികാരമാണോ, കൂടിയോ കുറഞ്ഞോ, അതോ 2026 നീക്കിവെച്ചോ എന്നൊക്കെ ചിന്തിക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് നാം എടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് അതിനെ പൂർത്തീകരിക്കാനാകാത്തത്, ഒരു മാസം പോലും പൂർത്തീകരിക്കാനാകാത്തത്, ചിലത് വർഷങ്ങളോളം നിലനിൽക്കുന്നത്? എന്താ അതിൻ്റെ കാരണം എന്നുള്ളതിൻ്റെ പ്രായോഗികമായ ചില വശങ്ങളും വേദപുസ്തകത്തിൽ നിന്നുള്ള ചില ആശയങ്ങളും കൂടെ ചേർത്ത് ഞാൻ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശം ഒരു പ്രാവശ്യം കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വന്നേക്കാം. പിന്നെ ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാകാം. വീണ്ടും നിങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കാൻ ഞാൻ ആ നിലയിൽ
സജസ്റ്റ് ചെയ്യുന്നു. കർത്താവ് ആ നിലയിൽ നമ്മളെ സഹായിക്കട്ടെ. 3 പോയിന്റ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ചേഞ്ച്, ഇറ്റ് റിക്വയർസ് സ്റ്റിമുലേഷൻ. ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഒരു ബാഹ്യമായ ഉത്തേജനം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും നിലയിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, ചേഞ്ച് റിക്വയർസ് എഫേർട്ട്. ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ പരിശ്രമം വേണം. ഓട്ടോണമോസ് ആയിട്ട് ഒന്നും സംഭവിക്കില്ല. ഒരു ചേഞ്ച് സംഭവിക്കണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തി എന്തിലേക്കാണോ മാറ്റം വേണ്ടത് അതുവരയ്ക്കുമുള്ള പരിശ്രമം ആവശ്യമാണ്. മൂന്നാമത്തത്, ചേഞ്ച്, മാറ്റം എന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില അടിസ്ഥാനപരമായ ചില പരിഹാരങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സ്റ്റിമുലേഷൻ? സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Stimulation is an external force which trigger our emotions to do something. Stimulation എന്ന് പറഞ്ഞാൽ അതൊരു ബാഹ്യമായ ഒരു ഫോഴ്സ് ആണ്. എൻ്റെ മനസ്സിനും ശരീരത്തിനും പുറത്തുള്ള എന്നെ ഫോഴ്സ് ചെയ്യുന്നത് ഒന്നാണ്. അത് ചിലപ്പോൾ ഒരു ശബ്ദമാകാം, ചിലപ്പോൾ ഒരു നോട്ടാകാം, അത് ചിലപ്പോൾ ഒരാളുടെ സംഭാഷണമാകാം, എന്ത് വേണമെങ്കിലും ആകാം. അതെന്റെ ഇമോഷനെ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ഉണർത്തുന്നു ചില കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ആ സ്റ്റിമുലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട. ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ ഞാൻ പറയാം സ്റ്റിമുലേഷന്റെ. ഒന്നാമത്തത്, ദാവീദും ഗോലിയാത്തും ആ സംഭവത്തില് ദാവീദ് ഈ വിഷയത്തിലേക്ക് കഥാപാത്രമായി വരാൻ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടായിരുന്നു. ആ സ്റ്റിമുലേഷൻ ഇതാണ്. സഹോദരന്മാരെ കാണാൻ വന്നപ്പോൾ ഗോലിയാത്ത് നിന്ദിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്നെ നേരിടാൻ എന്നുള്ളത് കൂടെ കൂടെ പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്തില്ല. പക്ഷേ ദാവീദ് പറഞ്ഞു, ദൈവത്തിന്റെ ജനത്തെ നിന്ദിക്കുവാൻ സംഗതിയായതാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. ഇവൻ ഇത്രയായോ ദൈവത്തിന്റെ ജനത്തെ നിന്ദിക്കുവാൻ? 1 ശമൂവേൽ 17:36 അങ്ങനെയാ. ഈ അഗ്രചർമ്മിയായ ഒരുത്തൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുകയാണ്. അതാണ് സ്റ്റിമുലേഷൻ. പിന്നെയാണ് അവിടുന്ന് ശൗലിന്റെ അടുത്തേക്ക് പോകുന്നതും പടച്ചട്ട ഇടുന്നതും അത് ഊരി വെക്കുന്നതും കല്ലെടുക്കുന്നതും ഒക്കെ ആ സ്റ്റിമുലേഷന്റെ ഭാഗമായിട്ടാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിള് അനന്യാസും സഫീറയ. അനന്യാസും സഫീറയും സ്ഥലം വിൽക്കാൻ എന്താ കാരണം? അതിന്റെ തൊട്ടു മുകളിൽ 3-ാം അധ്യായത്തിൽ ബർന്നബാസ് തനിക്കുള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചത് കണ്ടപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് അവർ കൊതിച്ചുപോയി, അത് അവർ ആഗ്രഹിച്ചു പോയി, അവർ ടെംപ്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? വിൽക്കാൻ താല്പര്യമില്ലാത്ത സ്ഥലം വിൽക്കുകയും പകുതി കൊണ്ടുവന്ന് വെക്കുകയും എന്നാൽ മുഴുവൻ വിറ്റു എന്ന് പറയുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് അവരെ പ്രലോഭിപ്പിച്ചതായിരിക്കുന്ന ഘടകമാണ്. സ്റ്റിമുലേഷൻ മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത നിലയിലുള്ള സ്റ്റിമുലേഷൻസ് നമുക്കുണ്ടാകും, ഉത്തേജനം നമുക്കുണ്ടാകും. മറ്റൊരു സ്റ്റിമുലേഷൻ ആണ് ഇത്, സീസണൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ചില കാലഘട്ടങ്ങളിൽ നടക്കുന്ന സ്റ്റിമുലേഷനാണ്. ചില ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ. എസ്രയുടെ പുസ്തകത്തില് എസ്രയുടെ ആ കാലഘട്ടത്തിൽ ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് പുരോഹിതന്മാർ, ലേവ്യർ, വയോധികന്മാരിൽ ചിലർ മുൻപിലത്തെ അടിസ്ഥാനമിട്ടത് കണ്ട് അവർ കരഞ്ഞുപോയിന്നാ. അവർ കരഞ്ഞുപോയി. അതാ ഒരു ഇവന്റ് ആണ്. ആ സമയത്ത് നടക്കുന്ന ഒരു കരച്ചില. മുമ്പ് അവർക്ക് അത് ഉണ്ടായിട്ടില്ല, പിന്നീടും അത് അവർക്ക് ഉണ്ടായിട്ടില്ല. ആ സമയത്ത് അവർ കരഞ്ഞു. പാസ് ഓവർ അതൊരു സീസണൽ സ്റ്റിമുലേഷൻ ആണ്. പാസ് ഓവർ സമയത്ത് അവര് മിസ്രൈമിൽ നിന്ന് അവർ പോകുന്നത് ഓർക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു സീസണാണ്. പെന്റക്കോസ്റ്റ് ഒരു സീസണാണ്. ഇങ്ങനെ സീസണൽ സ്റ്റിമുലേഷൻസ് ബൈബിളിൽ കാണാം. എന്തിനാ ഞാൻ ആ സീസണൽ സ്റ്റിമുലേഷന് ഊന്നിയത്?
ഡിസംബർ 31 എന്നുള്ളത് ഒരു സീസണൽ സ്റ്റിമുലേഷനാണ്. സീസണലാ. ഇത് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള തർക്കം നമ്മുടെ ഇടയിലേക്ക് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഡിസംബർ 31 അതിനൊരു ഇമോഷണൽ ഇഫക്റ്റ് ഉണ്ട്. ഇമോഷണൽ ഇഫക്റ്റ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ അന്തരീക്ഷം തന്നെ. നമ്മുടെ കലണ്ടർ, പഴയ കലണ്ടർ മാറി. ഞാനും മാറ്റി എൻ്റെ പഴയ കലണ്ടർ. ഞാൻ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചു, ടേബിൾ കലണ്ടർ. നമ്മുടെ കലണ്ടറുകളെല്ലാം മാറി. പിന്നെ നമ്മുടെ ചുറ്റുവട്ട കാണുമ്പോഴും ആളുകളുടെ ഇതായിരിക്കുന്ന ഇടപെടലുകളും ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. പാല് വാങ്ങിക്കാൻ ചെന്നാലും അയാൾ ഹാപ്പി ന്യൂ ഇയർ പറയും. ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ നമ്മളെ ഒരു പുതുമയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. മാത്രമല്ല, നമ്മള് വാച്ച് റൈഡ് സർവീസിന് കൂടുന്ന സമയത്ത് ആളുകളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർ അവരുടേതായിരിക്കുന്ന ജീവിതത്തിലെ സംഭവങ്ങൾ ഓർത്തവർ കരയുന്നു. ചിലർ അവരുടേതായിരിക്കുന്ന ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതങ്ങളെ അവർ പറയുന്നു. ചിലർ ജീവിതത്തിൽ അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു. അങ്ങനെ സങ്കടവും സന്തോഷ സമ്മിശ്രമായ ആ രംഗങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ പഴയതൊക്കെ ഓർക്കുകയാണ്. പിന്നെ ആ 12 മണി സമയത്തിന് ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ്, ഒരു പ്രത്യേക എഫക്റ്റാണ്. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റിമുലേഷൻ ആണ്. ദീസ് ഓൾ ആർ സ്റ്റിമുലേഷൻ. ഇറ്റ് ഹാസ് എൻ ഇമോഷണൽ ഇഫക്റ്റ്. ഇമോഷണൽ ഇഫക്റ്റ് ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത് കാണും. എന്നാൽ ശ്രദ്ധിക്കുക, സ്റ്റിമുലേഷൻസ് ഡസന്റ് ഹാവ് എൻ ഇഫക്റ്റ് ടു ബ്രിങ് ദ അൾട്ടിമേറ്റ് ചേഞ്ച് ഇൻ അവർ ലൈഫ്. സ്റ്റിമുലേഷന് മാത്രം നമ്മളെ ചേഞ്ചിലേക്ക് നയിക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ഹെൽപ്പ് us ഇൻ ദ പ്രോസസ് വിച്ച് ലീഡ്സ് ടു എ റിയൽ ചേഞ്ച്. നമ്മെ ആ ഒരു ചേഞ്ചിങ് പ്രോസസ്സിലേക്ക് തള്ളിവിടുവാൻ, ഉന്തിവിടുവാൻ, നമ്മെ പ്രോബ് ചെയ്യാൻ, നമ്മെ എൻകറേജ് ചെയ്യാൻ, വാടാ പോടാ നീ ചെയ്യ് എന്നൊക്കെ നമ്മെ ഒന്ന് പ്രഷർ ചെയ്യാൻ ഈ സീസണൽ സ്റ്റിമുലേഷൻസിന് സാധിക്കും. ഡിസംബർ 31 അങ്ങനെ ഒരു ഇഫക്റ്റ് അതിനുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചേഞ്ച് ഓൾവേസ് നീഡ് എഫേർട്ട്, എസ്പെഷ്യലി ഇൻ ചേഞ്ച് ഓഫ് മൈൻഡ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. മാറ്റങ്ങൾക്ക് എപ്പോഴും ഒരു എഫേർട്ട് ആവശ്യമാണ്. ഒരു എഫേർട്ട് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ സന്തോഷ് ബ്രദർ നടത്തുന്ന ഈ മിനിസ്ട്രിക്ക് ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് എടുക്കാൻ സമർപ്പണമുള്ളത് കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അത് ആ ചേഞ്ച് മൈൻഡിൽ ഓൾറെഡി ഇത് തുടങ്ങിയപ്പോൾ തന്നെ അതുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ചേഞ്ച് ഓൾവേസ് നീഡ് എഫേർട്ട്, എസ്പെഷ്യലി ഇൻ ചേഞ്ച് ഓഫ് മൈൻഡ്. ഞാൻ ഇനി ഒരു ചാർട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ചാർട്ട്. ഇത് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള ഞാനിത് പറഞ്ഞു തരാം. ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി സിമ്പിൾ ചാർട്ട്. ഇത് ഞാൻ ഓരോന്നും പറയാം. ആദ്യം ഒരു ചേഞ്ചിൽ വേണ്ട ഘടകങ്ങളാണ്. ഒന്ന്, വിഷൻ പ്ലസ് കോൺസെൻസസ്. വിഷൻ എന്ന് പറഞ്ഞാൽ ദർശനം, കാഴ്ചപ്പാട്, ഉൾക്കാഴ്ച, ദീർഘദൃഷ്ടി, അതൊക്കെയാണ് വിഷൻ എന്ന് പറഞ്ഞാൽ. കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സമവായം എന്ന് പറയാം. മ്യൂച്വൽ അഗ്രിമെന്റ്, അതുപോലെ തന്നെ ലൈക്ക് മൈൻഡ്നെസ്, മനപ്പൊരുത്തം, അതൊക്കെ രണ്ടാമത് വരേണ്ടതാണ്. പിന്നെ സ്കിൽസ്, നൈപുണ്യങ്ങൾ, കഴിവുകൾ, ഇൻസെന്റീവ്സ്, അംഗീകാരങ്ങൾ, പ്രശംസ, പിന്നെ റിസോഴ്സസ്, അതിന് വേണ്ട ഉപാധികൾ വേണം. പിന്നീട് ആക്ഷൻ പ്ലാൻ ആണ്. ആ വിഷയത്തെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നമ്മള് ഞൊടിക്കുന്നത് പോലെയല്ല ചേഞ്ച്. ഇറ്റ് ഹാസ് എ പ്രോസസ്. ഒരു പ്രോസസ് ഉണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് നോക്കൂ, ചില കോളങ്ങൾ ഇവിടെ മിസ്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നതായ 6 എണ്ണത്തിൽ ഒരെണ്ണം മിസ്സായാൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്നതല്ല, വേറൊന്നായിരിക്കും. ഞാൻ അതിനെ ബൈബിളിലെ ചില ക്യാരക്ടേഴ്സിലൂടെ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം. ഡിസൈപ്പിൾസ്, യേശു കർത്താവിന്റെ ശിഷ്യന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം വിഷൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ റയർ ആയിരുന്നു. അതുകൊണ്ടാണ്
തള്ളി പറയേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നത്. ചിലർ പറയാ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു താ. പിന്നെ ചിലർ പറയാ ഞാൻ ആ കയ്യില് വിരലിടാതെ വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെ പറയേണ്ട സാഹചര്യം വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മെസ്സയ എന്നുള്ള ആ ഒരു ഫാക്ട് അവർ ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ മറ്റുള്ളതെല്ലാം അവരിലുണ്ട്. കോൺസെൻസസ് ഉണ്ട്. പത്രോസ് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കും. സ്കില്ലുണ്ട്. അവരെ യേശു അപ്രീഷിയേറ്റ് ചെയ്തു. റിസോഴ്സസ് ഉണ്ട്. യേശുവിന്റെ കൂടെയാണ് അവര്. ആക്ഷൻ പ്ലാൻ, യേശു പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എങ്കിലും വിഷൻ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവരുടെ ചേഞ്ച് എന്ന് പറയുന്നത് കൺഫ്യൂഷനാണ്. അവർക്ക് മനസ്സിലാവില്ല ഒന്നും. കർത്താവ് പറയുന്നത് തന്നെ അവർക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തെ നോക്കൂ, വിഷൻ ഉണ്ട്. ഇതാരാ? ഇത് ജൂഡസ് ആണ്. പുള്ളിക്ക് കോൺസെൻസസ് ഇല്ല. എന്ന് പറഞ്ഞാൽ യേശു കർത്താവുമായി മ്യൂച്വൽ എഗ്രിമെന്റ് ഇല്ല, ലൈക്ക് മൈൻഡ്നെസ് ഇല്ല. യേശു ആഗ്രഹിക്കുന്നത് പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടപ്പോൾ സ്കില്ലുണ്ട്, അവന് അപ്രിസിയേഷൻ ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, ആക്ഷൻ പ്ലാൻ ഉണ്ട്. സബോട്ടേജ് എന്ന് പറഞ്ഞാൽ അവൻ അട്ടിമറിക്കുകയാണ് യേശുവിനെ. മറ്റൊരു നിലയിൽ അവൻ അട്ടിമറിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നശിപ്പിക്കുന്ന നിലയിൽ ഉള്ളതായിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് അവൻ കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും മൂന്നാമത്തത് വിഷൻ ഉണ്ട്, കോൺസെൻസസ് ഉണ്ട്, സ്കില്ലില്ല എന്ന് പറഞ്ഞാൽ മോശ പറയാണ് ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ് എന്ന് പറയുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ഇൻസെന്റീവ് ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, ആക്ഷൻ പ്ലാൻ ഉണ്ട്. പക്ഷെ ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. വീണ്ടും അടുത്തയാള് വിഷൻ ഉണ്ട്, കോൺസെൻസസ് ഉണ്ട്, സ്കില്ലുണ്ട്, ഇൻസെന്റീവ്. നയമാനെ സംബന്ധിച്ചിടത്തോളം അവൻ കുഷ്ഠരോഗം മാറാനായിട്ട് വന്നപ്പോൾ അവൻ വിചാരിച്ചത് അവനെ റിസീവ് ചെയ്യും, അവനെ ഓണർ ചെയ്യും, അവന് ബഹുമാനം കൊടുക്കും എന്നൊക്കെയാണ് ധരിച്ചത്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ആണ് അവന്റെ ജീവിതത്തിൽ ആദ്യം വന്നത്. പ്രതിരോധിക്കുക. അവിടെ കൊള്ളയിലാഞ്ഞിട്ടാണോ ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. വീണ്ടും അടുത്തത് വിഷൻ ഉണ്ട്, കോൺസെൻസസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, ഇൻസെന്റീവ്സ് ഉണ്ട്, റിസോഴ്സസ് ഇല്ല. നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇത് ഗ്രഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ വചനമുണ്ട്, പക്ഷെ അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ അവന് സാധിക്കാത്തത് കൊണ്ട് അവന് ഫ്രസ്ട്രേഷൻ ആണ് അവന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളമാണ്. വിഷൻ ഉണ്ട്, സമവായമുണ്ട്, കോൺസെൻസസ് ഉണ്ട്, സ്കില്ലുണ്ട്, ഇൻസെന്റീവ് ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. ഒന്നും നടക്കുന്നില്ല. ആക്ഷൻ പ്ലാൻ ഇല്ല. ട്രെഡ്മില്ലിൽ നടക്കുന്ന ആള് 1 മണിക്കൂറായി നടക്കുന്നു. പുള്ളി ഇത് വഴിയിലൂടെ നടന്നെങ്കിൽ പുള്ളി തിരുവനന്തപുരത്ത് എത്തിയേനെ. പക്ഷെ പുള്ളി നടന്നുകൊണ്ടേയിരിക്കുക. എല്ലാം ഉണ്ട്, ബട്ട് നത്തിങ് ഈസ് ഹാപ്പനിങ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു ഘടകം, ചേഞ്ച് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, അതൊരു പ്രോസസ്സാണ്. ഇവിടെ ബൈബിളിലെ ഒരു വാക്യം ഞാനിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. 12-ന്റെ 1ഉം 2ഉം വാക്യങ്ങളാണ്. ആ മലയാളത്തിൽ ഞാൻ ആ ഭാഗം വായിക്കാം, അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാകുമല്ലോ. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. റോമർ 12-ന്റെ 1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. മൈൻഡിന്റെ ചേഞ്ച് ആണ്. അതിന്റെ അകത്തെ ഘടകങ്ങൾ നോക്ക്. ഓഫർ യുവർ ബോഡി. ഡു നോട്ട് കൺഫേം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപരാത്. ബി ട്രാൻസ്ഫോംഡ്. രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിലേ നമ്മൾക്കൊരു ചേഞ്ചിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നടക്കാത്തോടത്തോളം കാലം ചേഞ്ച് നമ്മുടെ ഡിസിഷനിൽ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ, ഞാൻ ഇനി ചേഞ്ച് ബിബ്ലിക്കൽ ഗൈഡ് ലൈൻസിൽ ചില കാര്യങ്ങളും കൂടെ
ഞാൻ ഓർമ്മിപ്പിക്കാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇത്രയും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വളരെ നാം ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ 31 ആ സ്റ്റിമുലേഷനിൽ, ഇമോഷണലിൽ നമ്മൾ ചില ഡിസിഷൻസ് എടുക്കുന്നതിനെ നമുക്ക് പ്രാവർത്തികമാക്കി വരാത്തതിന്റെ ഒരു കാരണം പ്രോസസ്സ് നമുക്കറിയില്ല, അല്ലെങ്കിൽ പ്രോസസ്സിൽ എവിടെയോ നമ്മൾ ബ്രേക്കായി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു 6-7 വാക്യങ്ങൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ അകത്തുനിന്ന് ചില സൂചനകൾ മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ വാക്യം ഇതാണ്, സങ്കീർത്തനങ്ങൾ 139-23 വാക്യം. ചേഞ്ചിൽ വേദപുസ്തകമായ ഒരു സൊല്യൂഷനാണ്. ഇവിടെ സങ്കീർത്തനകാരൻ പറയാണ്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ ഒരു 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 ഇല്ലസ്ട്രേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ ടേബിളിൽ കിടക്കുന്ന സമയത്ത് അവർ ആ മൗസ് കൊണ്ട് നമ്മുടെ വയറിന്റെ ഭാഗം, കിഡ്നിയുടെ ഭാഗമൊക്കെ അവർ പരിശോധിക്കും. എത്ര സ്റ്റോൺ ഉണ്ട്, എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാകും. ഇവിടെ സങ്കീർത്തനകാരൻ പറയാം, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണം, എന്നെ പരീക്ഷിക്കുക ദൈവമേ, എൻ്റെ നിലവുകളെ അറിയണമേ. അടുത്ത വാക്യം നോക്കുക, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി. എൻ്റെ ഉള്ളില് ഞാൻ വിഷമിക്കാൻ, പ്രയാസപ്പെടാൻ സാധ്യതയുണ്ടോ ദൈവമേ, എന്നെ നീ ഒന്ന് പരിശോധിക്കണമേ. നമ്മുടെ ജീവിതത്തില് ഈ ചേഞ്ച് ആഗ്രഹിക്കുന്ന ആൾ എപ്പോഴും ഒരു വ്യസനമുള്ള ആളായിരിക്കും. അദ്ദേഹം നിലവിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തൃപ്തനല്ല, എന്തോ അസ്വസ്ഥത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചേഞ്ച് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനകാരൻ പറയാം, എന്നെ നോക്ക്, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, വ്യസനത്തിനുള്ള മാർഗം ഉണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിക്കണമേ എന്ന് ചിന്തിക്കുകയാണ്. ഇപ്പൊ ചേഞ്ചിന് ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യം ദൈവത്തോട് പറയേണ്ട ഒരു കാര്യമാണ്, എന്നെ ഒന്ന് പരിശോധിക്ക്, എന്നെ ഒന്ന് ഡയഗ്നോസ് ചെയ്യ്, എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഡിസയേഴ്സ്, എൻ്റെ നീഡ്, ഇതൊന്നും നീ മനസ്സിലാക്കണേ നാഥാ എന്ന് പറയാൻ ഒരു വ്യക്തിക്ക് സാധിക്കണം. ആദ്യമേ തന്നെ കുരിശിന്റെ ചുവട്ടിൽ നാം അവതരിപ്പിക്കേണ്ടതായ, ദൈവത്തിന് മുൻപാകെ അവതരിപ്പിക്കേണ്ടതായ കാര്യം, എന്നെ നീ നോക്കണമേ, ശ്രദ്ധിക്കണമേ എന്നുള്ളതാണ്. രണ്ടാമത്തത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കാണ്, അവൻ വളരേണം ഞാനോ കുറയണം. ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവൻ വളരാനായിട്ട് ഉള്ളതായിരിക്കുന്ന ചേഞ്ച് ആയിരിക്കാം ഉണ്ടാകേണ്ടത്. പക്ഷേ നാം വളരും തോറും യേശു കുറയാനാ സാധ്യത. എന്നാൽ നാം വളരും തോറും യേശു വളരുവാൻ ഇടയായി തീരണം. അപ്പോൾ ആ വളർച്ചയിൽ ഞാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കണം. യോഹന്നാൻ സ്നാപകൻ യേശുവും ആ ഒരു 6 മാസത്തെ ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അവർ രണ്ടുപേരും മിനിസ്ട്രിയിൽ ആയിരിക്കുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകനാണ് കൂടുതൽ ആക്സെപ്റ്റൻസ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. യേശു പുറകാലെയാണ് വന്നത്. യോഹന്നാൻ സ്നാപകനെ അറിയുള്ളൂ. ഇന്നത്തെ സോഷ്യൽ മീഡിയ ടെർമിനോളജി പറഞ്ഞു കഴിഞ്ഞാൽ വൈറല് യോഹന്നാൻ സ്നാപകനാ, സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ യോഹന്നാൻ സ്നാപകനാ, വ്യൂവേഴ്സ് കൂടുതൽ യോഹന്നാൻ സ്നാപകനാ. യേശുവിന് അത്രേ ആയിട്ടില്ല. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയാ, ഞാൻ കുറയണം, യേശു വളരണം. കുറെ അങ്ങ് ചെല്ലുന്ന സമയത്ത് കർത്താവിന്റെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റോ എന്ന് വരെ ചിന്തിക്കത്തക്ക നിലയിൽ സ്വാധീനം ബലപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥം അത്രയും ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺ ആയിരുന്നു ജോൺ. പക്ഷെ ജോണിന്റെ മനസ്സ്, ഞാൻ ഒരിക്കലും വളരാൻ പാടില്ല,
യേശുവാണ് വളരേണ്ടത്, ഞാൻ കുറയണം എന്നുള്ള ആ ഡിനൈ യുവർ സെൽഫ് എന്നുള്ളത് യോഹന്നാനിലുണ്ടായി. നമ്മുടെ ലൈഫിലും ഇത് തന്നെയാ വേണ്ടത്. ചേഞ്ചിലേക്ക് വരുന്ന ഒരു വ്യക്തി എപ്പോഴും ഡിനൈങ് വൺ സെൽഫ് എന്നുള്ള ആസ്പെക്റ്റിലൂടെ വരേണ്ടതാണ്. മൂന്നാമത്തത് നമ്മുടെ മാനസികമായ ചിന്താഗതികളാണ്. 7 കൂട്ടം കാര്യങ്ങൾ ഇവിടെ കാണുകയാണ്. സത്യമായത്, ഫിലിപ്പിയർ 4:8, ഘനമായത്, ഓണസ്റ്റ് ആയത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത്. ഇതൊക്കെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ പോകേണ്ട വിഷയമാണെങ്കിലും ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി ചിന്താഗതിയിൽ മുന്നോട്ട് പോകരുത്. എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജിയും ഒരു സ്ട്രെങ്തനിങ്ങും ഒരു എൻകറേജിങ്ങും ഒരു കൺസ്ട്രക്റ്റീവും ഒക്കെയുള്ള ഒരു ചിന്താഗതിയിൽ നമ്മളായിരിക്കണം. നമ്മൾ അസൂയയിലൂടെയോ അല്ലെങ്കിൽ ഇകഴ്ത്തുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ അപവാദം പറയുന്നതിലൂടെയോ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാതെ സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാകണം. നമ്മെ സംബന്ധിക്കാത്ത വിഷയമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണെങ്കിലോ നാം കേൾക്കാനോ ചെവി കൊടുക്കാനോ പാടില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചാലേ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുകയുള്ളൂ. സമാധാനത്തിന്റെ ദൈവം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 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 ക്യാമ്പിൽ ഞാൻ ആയിരിക്കുന്ന സമയത്താണ് ഒരാൾ എനിക്ക് വാട്സാപ്പിൽ ഒരു വീഡിയോ കൊണ്ട് വിടുന്നത്. വാട്സാപ്പിൽ ആ വീഡിയോ ഇങ്ങനെയാണ്: എറണാകുളത്ത് MLA ഉമാ തോമസിന് അപകടം പറ്റിയത് വീഡിയോ എന്ന് പറഞ്ഞാൽ കൊടുത്തു വിടണേ. ഞാനിത് നോക്കിയപ്പോൾ ഞാനൊരു ക്ലാസ് എടുക്കുവാനായിട്ട് നിൽക്കുന്ന ഒരാള്, അല്പസമയം കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന ഒരാള് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുവാൻ പാടില്ല, വേദനിപ്പിക്കുവാൻ പാടില്ല. അത് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് തന്നെ പോകണം എന്നുള്ള ആ ഒരു ഡിസിഷൻ ഞാൻ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്യാതെ ഞാനത് മുന്നോട്ട് പോയി. പ്ലേ ചെയ്യാം. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മുടെ മനസ്സിനെ വളരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മുടെ മനസ്സിനെ പൊളൈറ്റഡ് ആക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി നമ്മുടെ സംഭാഷണങ്ങൾ, മൈൻഡ് യുവർ കോൺവെർസേഷൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഇത് നമ്മുടെ തിങ്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ മറുപടി പറയുന്നത്, നമ്മൾ അഭിപ്രായം പറയുന്നത് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ മൈൻഡിനെയും ബാധിക്കുന്നതാണ്. ആറാമത്തതായിട്ട് കാണുന്നത് മെയിൻറ്റെയിൻ ഹംബിൾനെസ്. ഇവിടെ നോക്കൂ, ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റു പറയുന്നു, എൻ്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. ഒരു 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 വിശ്വാസി അവരുടെ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അല്പം കൂടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന മിസ്റ്റേക്സിനെ അതിനെ കൺഫസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നാം രക്ഷിക്കപ്പെട്ടതും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിലെ പാപം, ആദാമിലൂടെ നമ്മിൽ വന്നതായിരിക്കുന്ന പാപം, നമ്മെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപം, ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായിരിക്കുന്ന പാപം, നമ്മെ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ അന്ധകാരമാക്കുന്ന, ഇരുട്ടാക്കുന്ന, വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പാപത്തെ വലിച്ചെറിയുവാൻ, വിട്ടുപോകുവാൻ ദൈവത്തോട് നമ്മുടെ പാപത്തെ ഏറ്റുപറയേണ്ടതാണ്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണം, പാപത്തിൽ നിന്ന് അവൻ മോചിതനാകണം, അവൻ ദൈവ മകനായി തീരണം എന്നുള്ളതാണ്. ആയതിനാൽ ഒരു വ്യക്തി ദൈവത്തോട് അവന്റെ പാപത്തെ ഏറ്റു പറയുമ്പോഴാണ് അവൻ ഒരു ദൈവ പൈതലായിട്ട് മാറുന്നത്. അങ്ങനെ ദൈവത്തോട് പാപത്തെ ഏറ്റു പറഞ്ഞ ഒരു വിശ്വാസി അവന്റെ ലൈഫിൽ ദൈവത്തോട് അവന്റെ അകൃത്യത്തെ ഏറ്റു പറയണം. അവന്റെ പാപത്തെക്കുറിച്ച് അവന് ദുഃഖമുണ്ടാകണം.
ആളുകളോട് കയർത്താൽ, ആളുകളോട് ചതി ചെയ്താൽ, ആളുകളോട് ദോഷം ചെയ്താൽ, ഞാൻ എന്നോട് തന്നെ ദോഷം ചെയ്താൽ, ഞാൻ അത് ദൈവത്തോട് ഏറ്റു പറയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഡിസിഷനെ ബാധിക്കുന്നതാണ്, നമ്മുടെ ചേഞ്ചിനെ അത് ബാധിക്കുന്നതാണ്. മറ്റൊരു ഒരു ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ട്രൂ ചേഞ്ച് വിൽ ഹാപ്പൻ. അതുകൊണ്ട് ഒരു 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 വാക്യം കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒരു വാക്യം കൂടെ ചേർത്ത് പറയാം. ആ വാക്യം ഞാൻ എഴുതിയില്ല എന്നേ ഉള്ളൂ, എങ്കിലും അത് നമുക്ക് വായിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ആ വാക്യം ഞാൻ സ്ലൈഡിൽ ടൈപ്പ് ചെയ്തില്ല എന്നുള്ളൂ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ന്റെ 5. ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? കൊലോസ്യർ 3-ന്റെ 5. ഞാൻ വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. സ്റ്റോപ്പ് ഡൂയിങ് അൺഗോഡ്ലി. ഒരു വ്യക്തി ഒരു മാറ്റം ശ്രമിക്കുമ്പോൾ, മാറ്റം ആഗ്രഹിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രഹസ്യമായ പാപങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിഷ്കളങ്കമായ തീരുമാനമോ അല്ലെങ്കിൽ ഒരു മാറ്റത്തിലേക്കോ അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. അതൊരു ഫാക്റ്റാണ്. അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന് അത് ബലഹീനനാണ്. ഒരിക്കലും ഒരു ഡിസിഷനിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു കുറവുകളോടുകൂടെ, പരിമിതികളോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പാപങ്ങളെ ഉപേക്ഷിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നും കൂടെ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് അവസാനമായിട്ടാണ് 7-ാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ബിബ്ലിക്കൽ ഗൈഡ് ലൈൻസിൽ 2 Corinthians 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ചേഞ്ചിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് അതാ. എൻ്റെ ഉള്ളിലെ മനുഷ്യൻ ഓരോ ദിവസം ചെല്ലും വീക്കെൻഡ് ആയിട്ട് വരികയാണ്. എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് വരികയാണ്. എന്നാൽ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമുക്ക് യഥാർത്ഥമായ ചേഞ്ചിലേക്ക് വരാൻ സാധിക്കും. പൗലോസ് അതിന് അനുഭവസ്ഥനാണ്. എന്നാൽ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ മനുഷ്യനെ വളർത്തുകയും പുറമേയുള്ള മനുഷ്യനെ നമ്മൾ ആ ഒരു ക്ഷയത്തിലേക്ക്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ആ പ്രോസസ്സിലൂടെ, ആ ചേഞ്ചിലൂടെ നമ്മൾ ആ ക്ഷയത്തിലേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ അകമയുള്ള മനുഷ്യൻ അവൻ അധൈര്യപ്പെടാതെ നിലനിൽക്കുവാനായിട്ട് ഇടവരും എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ അവസാനമായിട്ട് 2 കോൺവെർസേഷനാണിത്. 2 കോൺവെർസേഷൻ. ഒന്ന് പൗലോസിന്റെ തന്നെ കോൺവെർസേഷനാണ്. 2 കോൺവെർസേഷൻ ഞാനിവിടെ കാണിക്കാം. ഒന്നാമത്തെ കോൺവെർസേഷൻ ഗലാത്യർ 1-ന്റെ 15 മുതൽ 24 വരെയുള്ള വേദഭാഗത്തിലാണ്. ഇവിടെ 48, 49, 56 AD ആ കാലഘട്ടത്തിലാണ് ഗലാത്യർ എഴുതുന്നത്. അപ്പൊ പൗലോസിന്റെ പെരുമാറ്റം വർഷങ്ങൾ കഴിയുന്തോറും മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഈ അധ്യായത്തിന്റെ ഈ വേദഭാഗം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൗലോസിനെ കുറിച്ച്, പൗലോസിന്റെ മൂഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഞാനിത് വായിക്കുന്ന സമയത്ത് പൗലോസിന്റെ മൂഡ് എന്താണ് എന്ന് നിങ്ങളൊന്ന് പറയാൻ കഴിഞ്ഞാൽ നല്ല കാര്യം. ഞാനിപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് പോസ് ചെയ്യാം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പൗലോസിന്റെ ഇമോഷൻ ഈ സമയത്ത് എന്താണെന്ന് ഒറ്റ വാക്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഞാൻ വായിക്കാം. ഗലാത്യർ 1:15. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം
ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോട് കൂടെ പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ഒരുത്തിനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ബോഷ്കല്ല എന്നതിന് ദൈവസാക്ഷി. പിന്നെ ഞാൻ സുറിയ, കിലിക്യ ദിക്കുകളിലേക്ക് പോയി. യഹൂദ്യയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്നും മാത്രം അവർ കേട്ടു എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് വായിച്ച് കേൾക്കുമ്പോൾ പൗലോസിന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സാ? ആരെങ്കിലും ഒന്ന് പറയും, എങ്ങനെയുള്ള മനസ്സ്? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആരെങ്കിലും ഒരു അഭിപ്രായം പറയും. പൗലോസിന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ്? എങ്ങനെയുള്ള? ഒരു തുറന്ന മനസ്സായിരുന്നു. തുറന്ന മനസ്സാണ്. ഇമോഷൻ എന്താ? നെവർ മൈൻഡ് ആണോ? അതുമാകാം. നെവർ മൈൻഡ്. പിന്നെ എനിക്ക് ഇത് ഇവരൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു എന്താ പറയാ, ഒരു സെൽഫ് സെന്റേർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റില് പോൾ ഇത് പറയുകയാണ്. അടുത്തത് ഇതേ ആള് തന്നെ എഴുതി വച്ചിരിക്കുന്ന 1 തീമോഥെയോസ് 4 കേട്ടോ. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഇത് വായിച്ചപ്പോ എന്താ തോന്നിയേ? സെൽഫ് കോൺഫിഡൻസ്. ഇതില് ഒരു റെസിസ്റ്റൻസ് ഇല്ല, ഒന്നുമില്ല. സെയിം അനുഭവങ്ങളിലൂടെ പോകുന്നേ. പക്ഷെ ലൈഫിൽ ചിലത് മനസ്സിലാക്കി, എൻ്റെ കൂടെ കർത്താവുണ്ട്. അത് മനസ്സിലാക്കാൻ ഏകദേശം ഒരു 14 മുതൽ 20 വർഷം വരെ എടുത്തു പോളിന് ഇങ്ങനെയുള്ള വൊക്കാബുലറീസ് വരാൻ, ഇങ്ങനെയുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഉരുവിടാൻ അദ്ദേഹത്തിന് സമയം എടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ എൻ്റെ സന്ദേശത്തെ ഉപസംഹരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരേ ഒരു കാര്യം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളിൽ വ്യത്യാസം വരണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാനസാന്തരപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് ആരംഭിക്കുന്നത്. റിപ്പന്റ്, മാനസാന്തരം. അത് പാപത്തിൽ നിന്ന് ജീവനിലേക്കുള്ള മാനസാന്തരം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ദിനേന സാങ്ക്ടിഫിക്കേഷനിലൂടെ ഞാൻ ഈ മാറ്റങ്ങൾ അപ്പോൾ എൻ്റെ പെരുമാറ്റം, എൻ്റെ ബിഹേവിയർ, എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ പെർസെപ്ഷൻ, എൻ്റെ വീക്ഷണം, എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ ഉൾക്കാഴ്ചകൾ, എൻ്റെ അജണ്ട, എൻ്റെ എക്സ്പെക്റ്റേഷൻ എല്ലാ മാറ്റങ്ങളാണ്. അത് ഒരു ദിവസം സംഭവിക്കില്ല, അതൊരു പ്രോസസ്സാണ്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് നാളെ ഞാൻ നന്നായി ജീവിക്കുവാൻ, ഇന്ന് ഞാൻ പഠിച്ച പാഠങ്ങളൊക്കെ നാളെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഞാൻ പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകത, അവൻ മാറാത്തവനാണ്. ഹി നെവർ ചേഞ്ചസ്. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ക്രിസ്തു എന്ന തലയോളം വളരേണ്ടവനാണ്. അവന് അനുരൂപരാകേണ്ടവരാണ്. എന്നാൽ നമ്മൾ ഇസ്രായേലോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നു, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല. പല ഇവന്റുകളും കഴിഞ്ഞു, പല സ്റ്റിമുലേഷൻസും കഴിഞ്ഞു. പക്ഷെ ജീവിതത്തിൽ മനുഷ്യന്റെ ലൈഫിൽ ഒരു ചേഞ്ച് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഈ 2025 നമുക്ക് ഒരു ചലഞ്ചായിട്ട് നമുക്ക് എടുക്കാം, നമുക്കൊരു എഫേർട്ടായിട്ട് എടുക്കാം.
എന്നെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നാൽ എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അതുകൊണ്ട് 2025 ദൈവം നമുക്ക് തന്ന ദിവസങ്ങളാണ്. ആ ദിവസത്തിൽ ഫലം കായ്ക്കാം. അതിന് എഫേർട്ട് എടുക്കാം. ദൈവസന്നിധിയിൽ ആദ്യം തന്നെ നമുക്ക് താണിരിക്കാം, നമ്മെ തന്നെ താഴ്ത്താം, നമ്മുടെ കുറവുകളെ ഏറ്റു പറയാം, പാപങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. ഇങ്ങനെ കർത്താവിനോടൊപ്പം നമുക്ക് ജീവിച്ച് അവനെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയൊരു ചേഞ്ച് അതിനെക്കുറിച്ച് നാം കേൾക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ചേഞ്ച് ആയി. പക്ഷേ വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പറയും ഞാൻ ചേഞ്ച് ആയിട്ടില്ല. വീണ്ടും പറയും അല്ല, ഞാൻ ചേഞ്ച് ആയി. വലിയവനായ ദൈവത്തിന് മുമ്പിൽ നമ്മെക്കുറിച്ച് ദൈവം ആ വാക്ക് പറയണം, നീ ചേഞ്ച് ആയി. ആ സമർപ്പണത്തോടെ ഇന്ന് രാത്രി ദിവസത്തിലായിരിക്കാം. നാം ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് അതേ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം, എൻ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. ആ ഗാനം കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. സൗരി ഗോഡ്സി ബി ആ ഗാനം ആലപിക്കുന്നു. ആ ഗാനം കേൾക്കാനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. തൻ നാമത്താൽ സാധ്യമേ എല്ലാം എല്ലാം. എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല. വിശ്വസ്തൻ നീതിമാൻ സർവ്വത്തിൻ നായകൻ. എന്റെ യേശുവിൻ നാമത്താൽ മാറാത്തതാ വൻരോഗങ്ങൾ ഏതുണ്ട്? ഇല്ല ഇല്ല. എൻ യേശുവിൻ നാമത്താൽ മാറാത്തതാ വൻരോഗങ്ങൾ ഏതുണ്ട്? ഇല്ല ഇല്ല. വചനം നൽകിയിടും വിടുതൽ
ദൈവമേ വിശ്വസ്തൻ നീതിമാൻ സർവ്വത്തിൻ നായകൻ. Praise the Lord. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കഴിഞ്ഞൊരു വർഷം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി ദൈവത്തിന് ചിലതൊക്കെ കഴിയത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമാപണത്തോടെ ഈ വർഷം ദൈവത്തോട് പറയാം, അല്ല ദൈവമേ, നിനക്ക് സകലതും കഴിയും. ഒരു പുതിയ വർഷത്തിൻ്റെ ഒരു പുതിയ ചേഞ്ച്, അത് യഥാർത്ഥമായ ഒരു ചേഞ്ചായി തീരട്ടെ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലും താൽക്കാലികമായ ഒരു ചേഞ്ച് ആകാതിരിക്കട്ടെ. ഈ വർഷമെല്ലാം ശരിയായ ആത്മീയതയിൽ ശരിയായ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ചേഞ്ചായി തീരട്ടെ. പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, കണ്ണുനീരുകളും ദുഃഖങ്ങളും വരാം. നാം ചിന്തിക്കാത്ത പ്രതിസന്ധികളൊക്കെ വന്നു എന്ന് വരാം. അവിടെയും നാം ചേഞ്ചായി പോകരുത്. ഞാൻ എപ്പോഴും ധൈര്യപ്പെടുന്നൊരു വസ്തുതയുണ്ട്. കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തനിക്കെതിരെയുള്ള ശത്രു വളരെ ശക്തമായിട്ട് വളരെ വലിയൊരു ജനസമൂഹമായി നിൽക്കുമ്പോഴും ഏലിയാവ് ദൈവത്തിൽ വിശ്വസിച്ചു. എൻ്റെ കൂടെ ദൈവമുണ്ട്. നാം കേട്ടു, അപ്പോസ്തലനായ പൗലോസും വിശ്വസിച്ചു, എൻ്റെ കൂടെ കർത്താവുണ്ട്. ആ വിശ്വാസം ഒരു വലിയ ചേഞ്ച് അവിടെ രൂപപ്പെടുത്തി, ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ആ ചേഞ്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റമായി തീരട്ടെ. ഈ ഒരു പുതിയ വർഷം ആ ലക്ഷ്യത്തോടെ, ആ സമർപ്പണത്തോടെ നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബാക്കി അനൗൺസ്മെന്റിനും വോട്ട് ഓഫ് താങ്ക്സും മറ്റു കാര്യങ്ങൾക്കുമായി മിനിസ്ട്രി കോർഡിനേറ്റർ കർത്താവിൻ്റെ ദാസൻ മാമുകുരിച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ചയിൽ, അതായത് ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ കൂടുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം കരുണ കാണിച്ചതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. 2024 വളരെ അനുഗ്രഹത്തിന്റെ ഒരു വർഷം തന്നെയായിരുന്നു. ഈ കാൽവരിനാഥ മിനിസ്ട്രിയുടെ മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും തക്കനേരം തന്നെ നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. 2025 കൂടുതൽ ഉത്സാഹത്തോടുകൂടി ഈ ഒരു മിനിസ്ട്രി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഒന്ന് പുറമോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ, പാട്ടുകൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ധാരാളം ദൈവം നമുക്ക് ഇടവരുത്തിയിട്ടുണ്ട്. 2024 ഉള്ള പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2025 അത് പരിഹരിക്കുവാനുള്ള 12 മാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. നാം പാട്ടിൽ കേട്ടതുപോലെ എല്ലാ കാര്യവും ചെയ്യുവാൻ ദൈവത്തിനെ സാധിക്കത്തുള്ളൂ. ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ഒരു കാലങ്ങളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്തൃദാസൻ ബിജു കണ്ണനിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയാണ് നാം കേട്ടത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൃദയങ്ങളിൽ നോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള മെസ്സേജ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം പ്രിയ കർത്തൃദാസനെ ദൈവം എടുത്തുപയോഗിച്ചു. കാലവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ പ്രിയ കർത്തൃദാസനോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയാണ്. മനോഹരമായ 2 ഗാനങ്ങൾ പാടുവാൻ തക്കണം സൗരി ഗോഡ് സേവിക്ക് ദൈവം ഇടവരുത്തി. വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ധാരാളം പാടുവാൻ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയ അക്സ സന്തോഷ്, പ്രിയ മകളുടെയും ഒരു ഗാനം നാം കേൾക്കുവാൻ ഇടവരുത്തി. പ്രിയ മകളെയും ദൈവം നാമത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിയെ ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ വരും കാലങ്ങളിലും ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിനായിട്ട് കുവൈറ്റിലുള്ള സഹോദരൻ ജോയ് ജോൺ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കാം. കരുണയും മനസ്സിലുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ സുമാധ്യമത്തിലൂടെ
പിന്നെയും ഒരു ശനിയാഴ്ച കൂടെ ചേർന്ന് വരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനിൽ നിന്ന് അനുഗ്രഹീതമായ ആലോചന കേൾക്കുവാൻ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം. അവിടുന്ന് ആണ്ടുകൾക്ക് അതീതനായ ദൈവമാണ്. അവിടുന്ന് ഞങ്ങളെ ഓരോ ദിവസവും ജയോത്സവമായി നടത്തുന്നു. അവിടുത്തെ ജീവൻ ഞങ്ങൾക്കായി തന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ജീവിതാന്ത്യം വരെയും അവിടുത്തെ വരവ് വരെയും ഞങ്ങളെ ഈ ഭൂമിയിൽ പാലിക്കും എന്നുള്ളതായ വിലയേറിയ വാഗ്ദത്തം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അനുദിനം ആവശ്യമായ ആലോചനകൾ തന്ന് അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തിനനുസരണമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരായ ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും അനേക തീരുമാനങ്ങൾ എടുത്തിട്ട് അത് പ്രായോഗികമാക്കുവാൻ കഴിയാതെ ഞങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതായ എത്രയോ സന്ദർഭങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിലും അവിടുത്തെ സന്നിധിയിൽ വേണ്ടതുപോലെ സ്ഥായിയായ നിലയിൽ സ്ഥിരമായി കർത്താവിനെ പൂർണ്ണമായി ശരണപ്പെട്ട് അവിടുത്തെ സന്നിധിയിൽ ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വളരെ ഖേദത്തോടെ പിന്നെയും ഓർക്കുകയാണ്. എന്നാൽ കർത്താവെ, ഞങ്ങൾ എന്നും പരാജിതരായി പോകുവാനായിട്ടല്ലല്ലോ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ആ ആത്മീക നിറവിൽ ജീവിച്ച് പൗലോസിനെ പോലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ എത്തിയപ്പോൾ താൻ എത്രയോ പക്വതയോടുകൂടെയാണ് അവിടുത്തെ സന്നിധിയിലായിരുന്നത് എന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ പഠിച്ചതായ പാഠങ്ങൾ പിന്നെയും അത് ധ്യാനിക്കുവാനും പഠിക്കുവാനും പ്രായോഗികമാക്കി തീർക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മനോഭാവത്തിനും ഞങ്ങളുടെ വാക്കുകൾക്കും ഞങ്ങളുടെ പെരുമാറ്റത്തിനൊക്കെയും ശരിയായ നിലയിലുള്ളൊരു മാറ്റം വരുവാൻ അവിടുത്തെ വചന കേൾവി ഞങ്ങൾക്ക് സംഗതിയാക്കണം. അങ്ങയുടെ ദാസനെ അവിടുന്ന് ആ നിലയിൽ ശക്തീകരിച്ചു. കർത്താവെ, കേട്ടതായ വചനം ഞങ്ങൾക്കും ഇനി കേൾക്കുവാൻ പോകുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ സഹോദരി ഇരുവരെയും അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായ ആ താലന്തുകളും അവിടുത്തെ നാമ മഹത്വത്തിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അധികമായി അവരെ ഉപയോഗിക്കണം. അവരുടെ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ ഇങ്ങനെ തുടരുവാൻ കർത്താവ് അവിടുന്ന് നൽകിയിരിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം. അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രിയ റോയിച്ചായനെയും സന്തോഷ ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. പലവിധമായ പ്രതികൂലങ്ങളുടെ നടുവിലും അവർക്ക് ഈ ശുശ്രൂഷ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കൃപകൾ അവിടെ നൽകുന്നത് കൊണ്ട് സ്തോത്രം. ഇതിന്റെ പിന്തുണയായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രാർത്ഥനാ സഹകാരികളെ ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ നിങ്ങൾ അങ്ങോട്ട് പറയുന്നു. ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ കാര്യങ്ങളെയും അവിടെ നിയന്ത്രിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ച നല്ല കൂട്ടായ്മയുടെ സന്ദർഭത്തിനായി സ്തോത്രം. സകല മാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി ജീവിപ്പാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.